ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നല്ല, ഇപ്പം എനിക്ക് 6th മന്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 ദിവസമായിട്ടുള്ള 6th മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എൻ്റെ 6th മന്തിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് എന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, എന്നാലും നമ്മൾ പിന്നെ ബെല്ലൈക്കണം മറക്കണ്ട. എന്നാലും നമ്മൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കണ്ടു ഫസ്റ്റ് എന്നിട്ട് ഞാൻ കുറച്ചേരം വെയിലുണ്ട്, രാവിലെ കുറച്ചേരം വെയിലുണ്ട്. അപ്പം ആദ്യം എണീറ്റാൽ തന്നെ ഞാൻ വെള്ളം കുടിക്കും. പക്ഷെ ഞാൻ വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിക്കാൻ എൻ്റെ ഒരു പരവേശമുണ്ട്. വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം നീരാണോ എന്ന് അറിയത്തില്ല, മുഖമൊക്കെ നല്ല തടിച്ച് കണ്ണൊക്കെ കുറച്ചും കൂടെ തടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടുണ്ടാവല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ണൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ രാവിലെ തന്നെ മേക്കപ്പ് ഒന്നും ഇട്ടല്ല കേട്ടോ, ജസ്റ്റ് കണ്ണ് മാത്രം ഇങ്ങനെ ഒന്ന് എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേറൊക്കെ അതേപോലെ പ്രാന്തിയുടെ ലുക്കാണ്, വിളിക്കാനൊക്കത്തില്ല. പിന്നെ കുഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട്. കുഞ്ഞിന് ഫുഡ് കൊടുക്കണം. കുഞ്ഞിന് നമ്മളിപ്പം ഒരുപാട് അങ്ങനെ അകത്തിടാറില്ല. ഡോക്ടർ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ഒരുപാട് നമ്മൾ അകത്തെടുത്തില്ല. ഫുഡ് കൊടുക്കും, പുറത്താക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കും. ബാ കുഞ്ഞാ, ആലക്കിട്ട് സുന്ദരിയായിട്ട് നടക്കുന്ന നിങ്ങൾ. അപ്പോൾ ഓക്കെ, കുഞ്ഞിന് ഞാൻ ഫുഡ് കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ചായ വെക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് മാത്രം മതി ചായ, വിഘ്നേഷ് പിന്നെ ചായ ഒന്നും കുടിക്കുന്ന ശീലമൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഞാൻ രാത്രി നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് എല്ലാം കബോർഡിലേക്ക് ആക്കി വെക്കുകയാണ്. കാരണം എന്നാലേ അവിടെ നിന്ന് ഒതുങ്ങിയാൽ മാത്രമേ ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പാത്രങ്ങളെല്ലാം എടുത്ത് ഒതുക്കിയിട്ട് ഞാൻ ചായ വെച്ചു. അപ്പോൾ ഞാൻ ചായ വെച്ചു. ഇപ്പോൾ ചായ കുടിക്കുകയാണ്. നേരത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് ഞാൻ ചായ കുടിക്കില്ലായിരുന്നു. ചായ എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ചായ വേണം, ഡെയിലി ചായ വേണം. ഡെയിലി മോർണിംഗ് ചായ വേണം. വൈകിട്ട് പിന്നെ ചായ ഞാൻ അങ്ങനെ കുടിക്കത്തില്ല. വൈകിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മോർണിംഗ് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുവിനെ. പക്ഷെ ഇപ്പോൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ ഒരാളെ നഷ്ടപ്പെട്ടു, എങ്ങനെയോ പോയി. എനിക്ക് വേറെ കുഞ്ഞുങ്ങളെല്ലാം വേറെ പൂച്ച വല്ലതും എടുത്തിട്ട് പോയതായിരിക്കും. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട് ആൾക്ക് എപ്പോഴും അകത്തെടുത്തിട്ട് വരണം. അകത്ത് കൊണ്ടുവന്ന് വെക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ കാണിച്ചാൽ ഇപ്പോൾ വാതുക്കെ, അതുകൊണ്ട് എന്നും വന്നിട്ട് വാതുക്കെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കരയും. അപ്പം ഞങ്ങൾ അങ്ങനെ അകത്തൊക്കെ സമ്മതിക്കത്തില്ല. പിന്നെ കുറച്ച് നേരം കാണാൻ വെച്ചാലും എടുത്തതുപോലെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ വാതുക്കെ വന്ന് കരയുന്നുണ്ട്. ഇഷ്ടം കുഞ്ഞോ എത്ര കുഞ്ഞെ. ഇതാണ് ഇങ്ങനെ കുഞ്ഞു എൻ്റെ ഫാമിലി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഒരാൾ അവിടെ കൊണ്ടിട്ടേക്കുക, അതിനെയും എടുത്തിട്ട് വരും. അവർക്ക് എപ്പോഴും കുഞ്ഞു അകത്താണ്, ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു കുഞ്ഞുങ്ങളെയും അകത്ത് കൊണ്ടുവരണം, അകത്ത് കൊണ്ടിടണം, അങ്ങനെ ഒരു എപ്പോഴും അകത്തേക്ക് എടുത്തുകൊണ്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പൂച്ച അധികം അടുപ്പിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അകത്ത് തന്നെ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്തേനെ. അപ്പോൾ ഒക്കെ ചായ ഞാൻ വെച്ച് ചായ തിളക്കാറായി. ഇനിയും വേറെ കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ വാട്ട ഈറ്റിൻ്റെ ഡെയിനുള്ള വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചായിരുന്നു. ഡെയിലി വെറും വയറ്റിൽ ഞാനിത് കഴിക്കും. ബദാമും വാൽനട്ടും അപ്പോൾ ഞാൻ ഡെയിലി മോർണിംഗ് ചായ എനിക്ക് നിർബന്ധമാണ്. പിന്നെ ഒരുപാട് നേരത്തെ എന്നും ഞാൻ ലേറ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 8:30 ഒക്കെ ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പം വാലറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വിശക്കുവാണെങ്കിൽ മാത്രം ഞാൻ രാവിലെ ഓട്സ് ഉണ്ടാക്കി കഴിക്കും. ചായ കുടിക്കുമ്പോൾ തന്നെ വളരെ നിറയെ ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുപാട് ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഓട്സ് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 10 മണിയൊക്കെ ആവും. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ഡെയിലി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി എന്നെ കൊണ്ട് ഓട്സ് അമ്മ കുടിപ്പിക്കും. രാവിലെ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്സ് കുടിപ്പിക്കും, നട്ട്സ് കഴിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊരു റൂട്ടീനാണ്. വരുമ്പോൾ ഞാനിവിടെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് കറക്റ്റൊരു റൂട്ടീനൊന്നും ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. മടി കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആവരുത് ശരിക്കും പറഞ്ഞാൽ. കറക്റ്റൊരു റൂട്ടീൻ ഫോളോ ചെയ്താൽ ഈ ഒരു സമയത്ത് അതാണ് നല്ലത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടെ ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ. ഇങ്ങനെ ടൈം പോയിക്കൊണ്ടേയിരിക്കും. അപ്പം
അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം ഉണ്ടാക്കണം, പിന്നെ മുട്ടക്കറി ഉണ്ടാക്കണം. മുട്ടക്കറി എനിക്ക് കഴിക്കാൻ കുറച്ച് ആഗ്രഹം തോന്നി, മുട്ട മേടിച്ച്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കണം, ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനിയും പക്ഷേ ഇടിയപ്പത്തിന് പിഴിയാൻ വിഘ്നേഷ് വേണം. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഇടിയപ്പം ഉണ്ടാക്കട്ടെ, നീ വല്ല ദോശയോ ഉണ്ടാക്കുക, എനിക്ക് രാവിലെ എണീക്കാൻ വയ്യാന്ന്. കാരണം പിഴിയാൻ കുറച്ച് പാടാണിത്. നമുക്ക് നോക്കാം, എന്നെ കൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഞാൻ തന്നെ പിഴിയാം. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അതുകൊണ്ട് നിർബന്ധിക്കണ്ട, കിട്ടുന്ന ഒരു ഫ്രീ ഡേ അല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നമുക്ക് തന്നെ നോക്കാം പിഴിയാൻ. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴയ്ക്കുകയാണ്. ഇതിപ്പോൾ ഈസി ടു കുക്ക് എന്ന് പറഞ്ഞുള്ള പാക്കറ്റായിരുന്നു പൊടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഈസിയായിട്ട് കുഴച്ച് നമുക്ക് എടുക്കാം. പിന്നെ തലേന്ന് കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ രാവിലെ തന്നെ അത് തിളപ്പിച്ചൂറ്റി. കാരണം അതിന് ശേഷം പിന്നെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ വെക്കുക ചെയ്യുന്നത്. കാരണം തലേന്നത്തെ ചോറ് ഞാൻ കഴിക്കാറില്ല, വിഘ്നേഷ് കഴിക്കാറുള്ളൂ. നേരത്തെ ഞാൻ കഴിക്കാറുണ്ട്, ഇപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ അന്ന് തന്നെ വെക്കുന്ന ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം തിളപ്പിച്ച് ചുറ്റി വെച്ചു. പിന്നെ ഒരു തേങ്ങ പൊട്ടിക്കാനുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് ഷമീസ് കിച്ചണാണ് കേട്ടോ. ഞാൻ എന്ത് കുക്ക് ചെയ്യണമെങ്കിലും പെർഫെക്റ്റായിട്ട് അറിയാമെങ്കിൽ കുഴപ്പമില്ല. എന്നാലും മുട്ടക്കറിയൊന്നും ഞാൻ അങ്ങനെ വെക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പം ഞാനത് ജസ്റ്റ് യൂട്യൂബ് ഒന്ന് എടുത്ത് ഇങ്ങനെ റെഫർ ചെയ്യും, കോപ്പിറൈറ്റ് വരും. അപ്പം ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്തൊന്ന് റെഫർ ചെയ്യും, കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ആണോ എനിക്കുള്ള ഡൗട്ട് ഉണ്ടാവും. പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ മല്ലിപ്പൊടിയാണോ മുളക് പൊടിയാണോ കൂടുതൽ എന്നൊക്കെ ഡൗട്ട് എനിക്കുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് നോക്കും, അപ്പം ഡൗട്ട് ക്ലിയർ ആവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡൗട്ടോടുകൂടി വെച്ചൊരു സമാധാനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം ഷമീസ് കിച്ചൺ തന്നെയാണ് കേട്ടോ. ഷമീസ് കിച്ചൺ, വീണാസ് കറി വേൾഡ്, പിന്നെ ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും കാണുന്നത്. പിന്നെ ഇങ്ങനെ കാണുന്നത് പോലെ ചിലതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണുന്നത് പോലെയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഇടിയപ്പം ഉണ്ടാക്കട്ടെ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായി. ഇടിയപ്പം, പിന്നെ മുട്ടക്കറി. മുട്ടയുണ്ട് കേട്ടോ അതിനകത്ത്, മുട്ടക്കറി. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് പിന്നെ അടുത്തത് തുടങ്ങാം. ഉച്ചയ്ക്ക് ചോറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ചോറ് കുറച്ചിരുന്നത് ഞാൻ തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്കത്തേക്ക് ചോറ് കഴിക്കാണ്ട് ഞങ്ങൾക്ക്. പിന്നെ രാത്രിയിലത്തേക്ക് ഉള്ളത് എന്തായാലും വെക്കണം ചോറ്. പിന്നെ കറിക്ക് വിഘ്നേഷിന് മീൻ വല്ലതും വാങ്ങിച്ചിട്ട് വന്നാൽ മാത്രമേ കറി എന്തെങ്കിലും വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മടിയാണ്, കുക്കിങ്ങിനൊക്കെ കുറച്ച് മടിയുണ്ട് എനിക്ക്. എന്തായാലും പിന്നെ വീട്ടിൽ പോകാത്തത് അവിടെയും പ്രായമുള്ള അച്ഛനാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും അമ്മയ്ക്ക് പിന്നെ ടെൻഷനാണ്, എൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു. അതുകൊണ്ട് പിന്നെ ഞാൻ 8ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിൽ പോകും. 8ാം മാസം ആകുമ്പോൾ എന്നെ നോക്കാൻ ഒരാൾ വരുന്നുണ്ട്, വീട്ടിൽ വരും, ഒരു ഹോം നേഴ്സ് വരും. അപ്പോൾ അവർ പിന്നെ അങ്ങോട്ട് കുറേ നാളത്തേക്ക് അവരുണ്ടാവും, ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ കുറേ നാൾ അവരുണ്ടാവും. അപ്പം ആൻറ്റി വരുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് 8ാം മാസം ആകുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. കുഞ്ഞു അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരാൾ ഷർട്ടൊന്നും ഇടാൻ നടക്കാൻ കാണിച്ചു തരാം. നാണമുണ്ടോ നിങ്ങൾക്ക്? നിക്കറിട്ടിട്ട് നടക്കുക. എല്ലാവരും കണ്ടു. എല്ലാവരും കണ്ടു. രാവിലെ ഞാൻ പറയല്ലോ ഒരു ഷർട്ട് എടുത്തിട്ടായിരുന്നു, എന്നിട്ട് കേൾക്കാതെ നടക്കുക. കുഞ്ഞു നോക്കുന്നുണ്ട് എന്തോന്ന്. പിന്നെയും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ അടുത്ത ജോലിക്ക് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വിഘ്നേഷ് ആണെങ്കിൽ മാർക്കറ്റിൽ പോയി, നമ്മുടെ ഇവിടെ കല്ലൂർ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മീൻ മേടിച്ചിട്ട് വരും അല്ലേ? മീൻ മേടിച്ചിട്ട് വരില്ലേ? അയ്യോ നിനക്ക് ഞാൻ തരാം കേട്ടോ. അല്ല നിനക്ക് ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മീൻ മേടിക്കാൻ പോണേ. ഓക്കെ ബൈ.
അപ്പോൾ ഇപ്പോൾ രാവിലത്തെ മെഡിസിൻ ഞാൻ കഴിക്കാൻ പോവാണ്. ഇപ്പം രാവിലെ കാൽഷ്യം ടാബ്ലറ്റ് പ്രത്യേകിച്ച് എനിക്ക് ടാബ്ലറ്റ് ഒന്നും ഇല്ല, കാരണം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ 5th മന്ത് അനോമാലി സ്കാനിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. ഞാനല്ല എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്ന വിഘ്നേഷല്ല, ഞാൻ ഇപ്പോഴാണ് പിന്നെ കുറച്ചും കൂടെ ഒക്കെ എനിക്ക് കാണിച്ചു തരുന്നത് ഇപ്പോഴാണ്. അപ്പം ഇനിയെങ്കിലും എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കാരണം രണ്ടുപേരും കൂടെ ചെയ്യാണ്ട് നടക്കത്തില്ലെന്ന് മനസ്സിലായി. കുഞ്ഞു റൂമിൽ കയറിയിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ 5th മന്ത് അനോമാലി സ്കാനിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ അപ്പോൾ 5th മന്ത് അനോമാലി സ്കാനിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഞ്ഞാണ് കേട്ടോ, പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഉടനെ തന്നെ, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുക, ചിലപ്പോൾ ഇതിന് മുന്നേ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും ഉടനെ തന്നെ ചെയ്യും. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ നമ്മുടെ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിക്കുന്നില്ല, എന്നാലും അത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് പറയും. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതാണ് നമ്മുടെ മെയിൻ സ്കാൻ എന്ന് പറയുന്നത്. 5th മന്ത് അനോമാലി സ്കാനാണ്. അപ്പോൾ അതിൽ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നോർമലായിട്ടുള്ള ടാബ്ലറ്റ് മാത്രം, കാൽഷ്യം ടാബ്ലറ്റും അതുപോലെ തന്നെ അയണിൻ്റെ ടാബ്ലറ്റും ആണ് തന്നിരിക്കുന്നത് കഴിക്കാൻ. കാൽഷ്യം ടാബ്ലറ്റ് രാവിലെയും അയണിൻ്റെ ടാബ്ലറ്റ് രാത്രിയിലും അങ്ങനെയാണ് കഴിക്കാൻ തന്നിരിക്കുന്നത്. മെഡിസിൻ കഴിക്കട്ടെ കേട്ടോ. വിടെ വെക്കാനൊന്നുമില്ലായിരുന്നു. വീഡിയോ എടുക്കുന്നില്ലേ? ഭാവി അമ്മ കുരുത്തക്കേടാ കേട്ടോ. ഭാവി അമ്മ ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. അമ്മ പറയുന്നൊന്നും അനുസരിക്കണ്ട കേട്ടോ. അച്ഛൻ പറഞ്ഞ മാത്രം അനുസരിച്ചാൽ മതി. അയ്യോ അയ്യോട്ടാ പോലെ കുഞ്ഞെ കണ്ടോ, ഭാവിയെ കണ്ടോ, എന്നെ ഇട്ട് ഇരിക്കുക. ചുമ്മാ നടക്കട്ടെ. മീൻ മേടിച്ചിട്ടോ നിന്റെ എടി, ഇതൊന്നും ഹെൽപ്പല്ല, ഇതൊക്കെ കടമയാണ്, അറിയാമോ? കടമയല്ല, ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തങ്ങളാണ്. എന്റെ ഹെൽപ്പ് എന്താണ്? മാറും കേട്ടോ. ഞാൻ കഴുകാൻ ചെന്ന് കഴിഞ്ഞാൽ അവൾ ഇതാണ് അഴുക്കുള്ള തേച്ച്. ഭാവി ഈ അമ്മ ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. കേട്ടോ കാണിക്കുന്നത് കണ്ടോ? എന്റെ ദേഹത്ത് തേണ്ടേ ദേ വെള്ളം അഴുക്കുള്ള തേച്ച്. നീ കാണിച്ചോ? അവരെ കാണിച്ചോ? എന്താണ് എവിടെ കയറിയിരിക്കുന്നത്? ഗെറ്റ് ഔട്ട്, ഗോ എവേ, എവേ എവേ എവേ, ഗോ എവേ, പോ പോ. ഇടയ്ക്കുണ്ടോ ഇവിടെ? വെള്ളം തേക്കാൻ വെച്ചേക്കോ അല്ലേ ഇവിടെ കേട്ടോ ഫ്രണ്ട്സ്. കൊടുക്ക്. ഇത് കുതിരയോ? അയ്യോ, താഴെ വീഴുമോ? താഴെ വീഴുമത്. അപ്പതാ അവള് മീൻ വരച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എന്താണ് കുക്കിംഗ് ഇങ്ങനെയാണ്. ഞാൻ പാട്ട് ഇവള് പാട്ട് വെക്കും, ഞാൻ കിടന്നുള്ളും. ഇവിടെ കുക്ക് ചെയ്യും, ഞാൻ കിടന്നുള്ളും. പാട്ടൊക്കെ വെച്ച് ഇവിടെ കിടന്ന് ചിങ്ക് ചിക്കട് തുള്ളിയൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇനി അടുത്ത വലിയൊരു ബാഹിച്ച പണിയുണ്ട്. വേറെ ഒന്നല്ല, ബാഹിച്ചതല്ലേ, വലിയൊരു പണി. എന്താണ്? തുണി അലക്കൽ. അവളുടെ എൻ്റെ കൂടെ ഉള്ള തുണി അലക്കൽ ഇനി നടക്കാൻ പോവാണ്. ഞാൻ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്തായാലും തുണി അലക്കും ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ. അവള് കറി വെക്കാനും വറക്കാനും അപ്പം കുക്കിംഗ് കഴിഞ്ഞിട്ട് എടുത്തേക്കണം. ഓക്കെ, ബൈ. ഹായ്. അപ്പം ടീമിങ്ങനെ കൊണ്ടൊന്ന് നിർത്തുമോ, അല്ല കോപ്പിറൈറ്റ് വരും. ഒരു കണ്ട ഞാൻ എന്നെ മാത്രം കാണിക്കുന്നുള്ളൂ. ഒരു ഹെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ആകെ വിയർത്ത് ആകെ ടയേർഡായി ഇങ്ങനെ ഇരിക്കാം. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് കുളിക്കാൻ പോകും. കുളിച്ചിട്ട് കഴിക്കാം അല്ലേ? വിഘ്നേഷ് തുണിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ
ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ കുടിയെല്ലാം കഴിഞ്ഞു. ഞാൻ സെറ്റായി. നമ്മള് ഇവിടാണ് ഫ്രണ്ട്സ്, ഇവിടാണ് കുടിക്കുകയും നനയ്ക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അടിപൊളിയാണ്. ഇവിടാണ് ഇങ്ങനെ. ശരിക്കും നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പം രാവിലെ കുളിക്കണം എന്നാട്ടോ പറയാം. രാവിലെ കുളിക്കണം, പിന്നെ വൈകിട്ട് കുളിക്കണം, അങ്ങനെ പറയുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കുളിക്കും. എനിക്ക് പക്ഷേ വർക്ക് ഉച്ചയ്ക്കാണ്. ഞാൻ ഉച്ചയ്ക്കാണ് ശരിക്കും കുളിക്കും. വർക്കിന് പോവുകയാണെങ്കിൽ വർക്കിന് പോയിട്ട് വന്നിട്ട് രാത്രിയിലും കുളിക്കും. ഞാൻ ഉച്ചയ്ക്കാണ് ശരിക്കും കുളിക്കുന്നത്. ചിലരോടൊപ്പം തന്നെ വഴക്ക് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിലെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പം കിച്ചണിലെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിയർക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ വിയർത്ത് ആ ഒരു ഇതിൽ പോയി കുളിക്കത്തുള്ളൂ, ഉച്ചയ്ക്ക് കുളിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാലും കേട്ടാൽ ഞാൻ വഴക്ക് പറയും, രാവിലെ കുളിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടക്കണം. ഇതൊക്കെയാണ് ഞായറാഴ്ചത്തെ വർക്ക്. നമ്മൾ പുറത്ത് പോകുന്നുണ്ടോ? ഞങ്ങൾ ചിലപ്പോൾ പുറത്ത് പോകുമായിരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ചിലപ്പോൾ പുറത്ത് പോകും. ചിലപ്പം എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് മൂഡുണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരാം, അത് കാണാം. ഹേയ്, അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണേ. ഞാൻ ഫുഡെല്ലാം എടുത്ത് അവിടെ വെച്ചേക്കും കേട്ടോ. ഫുഡെല്ലാം എടുത്ത് വെച്ചപ്പോൾ ആളെ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. അത് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. ഒരൊറ്റ മുങ്ങും, പിന്നെ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. എന്തായാലും ഞാൻ കഴിക്കാൻ പോകും. ഇപ്പോൾ തന്നെ സമയം 2 മണി കഴിഞ്ഞു, 2:30 ആയി. അപ്പം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. വിഘ്നേഷിനുള്ളതെടുത്ത് അടച്ച് വെക്കാം, അത് ഞാൻ കഴിക്കാം. അപ്പോൾ ഓക്കെ, കഴിക്കട്ടെ. കറി ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, കാണുന്നുണ്ടോ? മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ മോരുണ്ട്. ഇത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. എവിടെ പോയേക്ക് വരുന്നു? ഒരാളിവിടെ കിടന്ന് എനിക്ക് ജ്യൂസ് വേണേ പറഞ്ഞ് ഭയങ്കര കരച്ചിലല്ല, ഭയങ്കര. അപ്പോൾ ഞാൻ ജ്യൂസ് മേടിക്കാൻ പോയിട്ട് വന്നതാ. എനിക്ക് ഓറഞ്ച് ജ്യൂസ് മേടിച്ചോണ്ട് വന്നു. അത് കുടിച്ചോണ്ടിരിക്കുക. അതിന് പോയതായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു നീ ആരെയും വാങ്ങിക്കാൻ പോയതാണ്. ഫുഡ് കഴിക്കുന്ന ഞാൻ ഫുഡ് കഴിച്ചു. എന്നിട്ടിപ്പം ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. തീർച്ചയായും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നടക്കുകയാണ് കേട്ടോ. കാരണം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കും. ഒരു 15 മിനിറ്റ് നമ്മൾ മിനിമം എങ്കിലും നടക്കണം എന്ന് പറയും. ഇനിയിപ്പോൾ എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഞാൻ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ വോയിസിൻ്റെ പ്രശ്നം കാരണം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. പിന്നെ ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ലായിരുന്നുള്ളൂ, ഞാൻ ചുമ്മാ കിടന്നതേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളക്ക് എത്തിക്കുകയാണ് കേട്ടോ. ഹായ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് പോകാൻ ഞങ്ങൾ പറഞ്ഞ് അവസാനം ഇന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എവിടെ നമ്മൾ പോകുന്നത്? പോത്തീസ് അങ്ങ് ദൂരെയാണല്ലോ. പക്ഷേ വളരെ ദൂരെയാണ്. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് പോത്തീസ്, കലൂര്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോത്തീസിലോട്ട് പോവാണ്. ഒന്നുമില്ല, ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. കേൾക്കുന്നവരായിരിക്കും ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രം. ഞങ്ങളിപ്പോൾ പോത്തീസിൽ പോയാലും നേരെ താഴോട്ടേ പോകത്തുള്ളൂ. അവിടെ ചെല്ലുക, വല്ല പച്ചക്കറിയൊക്കെ മേടിക്കുക, പിന്നെ അത്യാവശ്യം തീരെ കഴിക്കാനുണ്ടെങ്കിൽ മേടിക്കുക, അങ്ങനെയൊക്കെ മേടിക്കുക. എന്തെങ്കിലുമൊക്കെ ഓഫർ കാണും. ലുലുവിൽ പോകണം ഞങ്ങൾ വിചാരിച്ച, പക്ഷെ ഈ മടിയനെ കൊണ്ടൊന്നും പറ്റത്തില്ല. മടിച്ചിട്ടല്ല, ഇവിടെ സിനിമ കണ്ടെങ്കിൽ സിനിമ കണ്ടിട്ടല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ വന്ന് കിടന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമയം 7:30 ആയി. ഞങ്ങൾക്ക് പിന്നെ അടുത്താണ് പോത്തീസ്. പിന്നെ പോത്തീസ് 11 മണി വരെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ലുലുവിൽ പോയിട്ട് എന്തായാലും ഓർമ്മയുണ്ട്, 12:30 ആയി ഞങ്ങൾ തിരിച്ചു വന്നത്. ചന്ത എടുക്കണമായിരുന്നു വ്ളോഗ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ 7:30 കണ്ടേ, ഇതുപോലെ സമയമായി. 7 മണിയായിരുന്നു തോന്നുന്നു അല്ലേ. പോയിട്ട് മെട്രോയ്ക്കായിരുന്നു പോയത്. കാരണം എനിക്ക് അവിടെ വരെ ബൈക്കിലിരുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മെട്രോയ്ക്ക് പോയി അവിടെ ചെന്ന് പിന്നെ അവിടുത്തെ ഫ്രണ്ട്സിനെ കണ്ട് സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മെട്രോ എന്തായാലും 10 മണി വരെ മെട്രോ ഉള്ളൂ. മെട്രോയ്ക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, ഓട്ടോയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തെ നല്ല മഴ. അവസാനം ലുലു ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുക. ഊബറിൽ 12:30 വന്നപ്പോൾ നമുക്ക് പോത്തീസിൽ പോയി വരാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. അന്ന് പിന്നെ നടന്നു പോയത്. പക്ഷേ അന്ന് ഞങ്ങൾ മെട്രോ ഇവിടെ ഫ്രണ്ട്സ് ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ പറയണം കേട്ടോ നടക്കണം. കാരണം ഇവിടെ സമയത്ത് മടിയാണ്, എല്ലാത്തിനും മടിയാണ്. എന്നിട്ട്
സ്പേസ് ഫോർ റെന്റോ? അയ്യോ അത് വേറെയാണ് കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഭയങ്കര ആഗ്രഹം നോട്ട്ബുക്കിൽ പോകണമെന്ന്. നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് നോട്ട്ബുക്ക്, അതായത് ബുക്ക് സ്റ്റോൾ ഒന്നുമല്ല, ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. സോറി, ഹോട്ടലല്ല, റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നമുക്ക് അവിടെ കയറി എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ പുറത്തൊന്നും ഫുഡ് കഴിക്കാറില്ല. നമ്മളിപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് ഒരുപാട് കഴിക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് അങ്ങനെ കഴിക്കത്തില്ല. നമ്മൾ നോട്ട്ബുക്കിലോട്ട് പോവാം. അങ്ങോട്ട് പോവാം. പോത്തീസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. ജ്യൂസ് അല്ലേ വേണ്ടേ? ജ്യൂസ് അല്ലേ? മെനു ഇവിടെ ഇല്ല. ഇവിടെ മെനു ഇല്ല. ഇവിടെ മെനു ഇല്ല. ഇതാണ് ഇവിടുത്തെ നോട്ട്ബുക്കിൻ്റെ ഇവിടുത്തെ മെനു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ ഓറിയോ മിൽക്ക് ഷേക്കും പിന്നെ വിഘ്നേഷ് നോട്ട്ബുക്ക് സ്പെഷ്യൽ ഫലൂഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടുമായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിച്ചില്ല. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. നീ എങ്ങോട്ടാ? എവിടെ നിന്നൊക്കെ കാണാൻ നോട്ട്ബുക്ക്? എവിടെ? കാലിക്കറ്റ് നോട്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിനാകെ മൊത്തത്തിൽ ഒരു ക്ഷീണമില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല വർക്കിൻ്റെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച നല്ല ഉറക്കവും നല്ല ക്ഷീണമില്ല. അതുകൊണ്ടാണ് നല്ല ആക്റ്റീവ് അല്ല വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മളിന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഫലൂഡ കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുകയാണ്. വിജയകരമായി ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പം ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണ്. നമ്മൾ 10 മണിയൊക്കെ വന്നപ്പോൾ അല്ലേ? 10 മണിക്ക് അടുത്ത് തന്നെയാണ്. ഇവിടെ 1 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മളെ പോത്തീസും ഇവിടെ ആയിട്ട്. അത്ര നമ്മൾ അടുത്താ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഞായറാഴ്ച കടന്നു പോയത്. എന്റെ ഒരു ഞായറാഴ്ച. അതിൽ വലിയ പേര് വന്നവനായിരുന്നു. ഒന്നും പറയണ്ട. അല്ലെങ്കിലും നമ്മളെന്നും ആർക്കും വേണ്ടല്ലോ. സങ്കടമൊന്നും ഇല്ല, നാലൊരു അങ്ങനെ നമ്മുടെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞു. എന്താ പറയാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന്. ഞാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് 3-4 മാസങ്ങൾക്ക് മുമ്പ്. അന്ന് റിയോ ഞങ്ങളുടെ പേഴ്സൺ ക്യാറ്റ് ഉണ്ടായിരുന്നല്ലോ, റിയോ ഉള്ള സമയത്ത് റിയോനെ കൊണ്ട് നടക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തു. പക്ഷെ അതെന്തോ എനിക്ക് എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എഡിറ്റ് ചെയ്ത് സേവ് ആക്കാൻ പറ്റാതെ അങ്ങനെ എന്തൊക്കെ പ്രശ്നമായിട്ട് ഞാനിത് ഈ ഇടയ്ക്ക് അത് ഡിലീറ്റ് ചെയ്യും. ഇപ്പം അത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ റിയോ ഉള്ളത് കൊണ്ട് അത് എനിക്ക് ഇടാനൊരു മടി ഉണ്ടായിരുന്നു. പിന്നെയും റിയോനെ കാണുമ്പോൾ റിയോന്റെ കാര്യങ്ങൾ ഓർക്കും. റിയോന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലോ. റിയോ ഇവിടെ ഇല്ല. റിയോനെ നമ്മൾ കൊടുത്തത് മാത്രമല്ല, റിയോയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ റിയോ ഇല്ല. റിയോ എന്ന് പറയുന്ന ആളെ ഇപ്പൊ ഇല്ല. അപ്പൊ അതൊരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും അപ്പൊ അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.